കട്ടപ്പന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷ കൌൺസിലർമാർ. മലയോര ഹൈവേയുടെ ഭാഗമായി പുളിയൻമല കമ്പനിപ്പടിയിൽ 15 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ അനുവദിച്ച 25 ലക്ഷം രൂപ വക മാറ്റിയതിനെതിരെയാണ് പ്രതിഷേധമുയർന്നത്. മലയോര ഹൈവേയുടെ 3ാം റീച്ചായ കട്ടപ്പന ഇടുക്കിക്കവല മുതൽ പുളിയമല വരെയുള്ള റോഡ് നിർമ്മിക്കുന്നതിന് 48 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. എന്നാൽ പുളിയമല കമ്പനിപ്പടിയിൽ റോഡ് സൈഡിൽ താമസിക്കുന്ന 15 കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിച്ചെങ്കിൽ മാത്രമേ റോഡ് നിർമ്മാണം മുന്നോട്ട് പോകൂ. ഈ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി 25 ലക്ഷം രൂപ കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി അനുവദിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഈ തുക വകമാറ്റിയതിനെതിരെയാണ് പ്രതിപക്ഷ കൌൺസിലർമാർ പ്രതിഷേധം ഉയർത്തിയത്. മലയോര ഹൈവേയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്ന 48 കോടി രൂപ ഇടുക്കിക്കവല മുതൽ പുളിയമല വരെയുള്ള റോഡിന്റെ നവീകരണത്തിന് വേണ്ടിയുള്ള പണമാണ് അനുവദിച്ചിരിക്കുന്നത്. അത് വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 15ഓളം വരുന്ന പാവപ്പെട്ട കുടുംബങ്ങൾ ആ പുളിയമലയുടെ പോലീസ് വളവിന് മുകളിൽ താമസിക്കുന്നുണ്ട്. അവരെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി ഉള്ള തുകയായി നേരത്തെ നഗരസഭ വെച്ചിരുന്ന 25 ലക്ഷം രൂപ ഭാഗം മാറ്റിയതായി കാണുകയുണ്ടായി. ആ 15 കുടുംബങ്ങളെ താമസിപ്പിക്കുന്നതിനാവശ്യമായ പണം കണ്ടെത്തി അവരെ പുനരധിവാസം നടത്തുന്നതിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നിലയിൽ ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ 20 ഏക്കറിലെ പാലം, മലയോര ഹൈവേയുടെ ഭാഗമായ ചപ്പാത്തിലെ പാലം മനോഹരമായി തീർന്നിരിക്കുമ്പോൾ ഈ നഗരസഭയുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ് 20 ഏക്കറിലെ പാലം ആ സമയത്ത് പണിയാൻ കഴിയാതിരുന്നത്. ഇതുവഴി സംസ്ഥാന സർക്കാരിനും ജനങ്ങൾക്കും ഒരു 3-4 കോടി രൂപയുടെ നഷ്ടമാണ് ഈ നഗരസഭ വരുത്തി വെച്ചിട്ടുള്ളത്. മലയോര ഹൈവേയുടെ ഭാഗമായ സ്കൂൾ കവല പാലത്തിന് സമീപത്ത് വീട് മാറ്റി നൽകുവാൻ നഗരസഭ തയ്യാറാകാതിരുന്നതിനാൽ 3 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നും പ്രളയത്തിൽ തകർന്ന കല്ലുകുന്ന അസിപ്പടി റോഡിന്റെ മണ്ണ് പരിശോധന നടത്താതിരുന്നതിനാൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായതെന്നും പ്രതിപക്ഷ നേതാവ് VR സജി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.